ചെറിയ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് സഹായകരമാണെന്നുള്ള നിലപാടാണ്. ഇത് അവതരണം നടത്തുന്നതിന് അനുമതി നൽകണം എന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. സാർ, അത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചും പൊതുവിൽ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായകരമാണ്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ള പരിമിതിയുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ് സാർ, പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ എത്രത്തോളം സത്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കും എന്നുള്ള സാധ്യത കൂടി വെച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ഈ ഓണം കഴിഞ്ഞ് കേരളത്തിലാകെ ഇതുപോലൊരു ഓണം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ വളരെ സുഭിക്ഷമായിരുന്നു. എല്ലാ മേഖലയിലും വർധനയുണ്ട്, ആവശ്യത്തിന് സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ പ്രതിപക്ഷം ഇവിടെ പറഞ്ഞാലും തിരിച്ചു ബോധ്യപ്പെടുത്താൻ പറ്റുമോ? സ്വന്തം പാർട്ടിക്കാരെയും സ്വന്തം ചുറ്റുപാടിലുമുള്ള ആളുകൾ ഉൾപ്പെടെ പ്രതിപക്ഷത്തിൻ്റെ MLA-മാരോട് പറഞ്ഞ കാര്യം വിശ്വസിക്കില്ല. കാരണം കേരളത്തിൽ സാമ്പത്തികമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗവൺമെൻറ് വളരെ പുറകോട്ടാണ്, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ. സാർ, സാമ്പത്തികമായി കേരളത്തിന് കിട്ടേണ്ട വലിയ തോതിലുള്ള തുക കിട്ടുന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളത് ഏത് സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്നത് കേട്ടു, കേരളത്തിന് സാമ്പത്തികമായി പ്രതിസന്ധിയുണ്ടോ ഇല്ലയോ എന്ന് പറയണം. കേരളത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടായി ഒന്നും നിന്നു പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നതാണ്. ഇത് ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷം മാത്രമല്ല സാർ, ഇന്ത്യയിലാകെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് പ്രത്യേകിച്ച് കാണിക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ പറയാറുണ്ട്. സാർ, എങ്ങനെയാണ് സാർ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ വിലയിരുത്തുമ്പോൾ അതിൻ്റെ പൊതുവിലുള്ള യാഡ് സ്റ്റിക്കുകൾ നോക്കുക? സാർ, കേരളത്തിൽ ആകെ ഒരു ധനപ്രതിസന്ധി ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ പറ്റുമോ? നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക ചെലവഴിക്കൽ വരുമോ? സാർ, എല്ലാ മേഖലയിലും നമുക്ക് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഗ്രോത്ത് വിലയിരുത്തുക? സാർ, ട്രില്യൺ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് സാർ. 1,00,000 കോടി എന്ന് പറയണ്ട. അതിനെന്താ ഇങ്ങനെ ദേഷ്യം വരുന്നത് ബഹുമാനപ്പെട്ട ഉപനേതാവിന്? 1,00,000 കോടി എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് ട്രില്യൺ. ഒരു ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി ഡോളർ, 1,00,000 കോടി രൂപ. സാർ, ആ വരുമാനത്തിലേക്ക് എത്തി ബഡ്ജറ്റ് 2,00,000 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ്. അല്ല 1,00,000 അല്ല, 1,00,000 കോടി ഡോളർ എന്നേ പറഞ്ഞു. സാർ, ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ ആകെ ബഡ്ജറ്റിൻ്റെ ചെലവ് നോക്കണം സാർ. അത് നോക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിലുള്ളതിനേക്കാളും 50%-ലധികം 60%-ഓളമാണ് അതിൻ്റെ അവസാന വർഷം. അവിടുന്ന് ആരംഭിച്ച് 1,30,000 കോടിയിൽ നിന്നും 1,75,000 കോടിയിലേക്ക് കഴിഞ്ഞ വർഷം എത്തി സാർ. എല്ലാ മണ്ഡലത്തിലും അതിൻ്റെ ഒരു പ്രകടിതമായ ഗുണങ്ങളുണ്ടല്ലോ. ഒന്നുമില്ല എന്ന് പറയുമ്പം ഏത് മണ്ഡലത്തിലാണ് അതിൻ്റെ ഗുണങ്ങൾ വരാത്തത്? 1,75,000 കോടിയിലേക്ക് കഴിഞ്ഞ വർഷം എത്തിയെങ്കിൽ CNDG-യുടെ പ്രിലിമിനറി അക്കൗണ്ട് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അല്പം കൂടെ കൂടുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. സാർ, ഈ വർഷം 2 ട്രില്യൺ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് സെഷൻ്റെ അവസാനം ശ്രീ AP അനിൽകുമാർ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണക്ക് വെച്ചാൽ പറഞ്ഞത്. ചിലപ്പോൾ അതിനകത്ത് ഫൈനൽ അക്കൗണ്ട് വരുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരത്തില്ലെന്നില്ല. ഞങ്ങളുടെ ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻ ഇത്രയാണ്, 1,75,000 കോടി വന്നു. സാർ, ഈ 1,30,000-ൽ നിന്ന് 1,75,000 കോടിയിലേക്ക് ഇപ്പോൾ ഇതുവരെ 4 വർഷം കൊണ്ടായല്ലോ. ഇനി ഈ വർഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നോക്കാം. സാർ, ഇതിനകത്ത് നമ്മുടെ വരവിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സാർ? വരവും ചെലവും കൂടെ വേണമല്ലോ. വരവിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഏകദേശം 33,000 കോടി രൂപയാണ് ഞങ്ങൾ തുടങ്ങുന്ന ആദ്യ വർഷത്തെ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഗ്രാൻറ്റുകളാണ്. സെൻട്രൽ ഡിവിസീവ് പൂളല്ല, മറ്റ് ഗ്രാൻറ്റുകൾ. ആ 33,000 കോടി എന്നുള്ളത് സാർ ഈ വർഷം 6,500 കോടിയായി ചുരുങ്ങി സാർ. 27,000 കോടി ഗ്രാൻറ്റി മാത്രം വെട്ടിക്കുറച്ചു. ആ സ്ഥിതി നേരിട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് സാർ. അതുമാത്രമല്ല, ബോറോയിങ് വലിയ തോതിൽ വെട്ടിക്കുറച്ചു എന്നുള്ളത് ഇവിടെ അറിയാം, പെർസെൻറ്റേജ് വെട്ടിക്കുറച്ചു സാർ. അതിൻ്റെ ഭാഗം മാത്രമല്ല, കിഫ്ബിയുടെ കാര്യത്തിൽ, കിഫ്ബി ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റാണ്. കിഫ്ബി വഴി ചെയ്യാവുന്ന ധാരാളം പ്രവർത്തനങ്ങൾ 50,000 കോടിയെന്ന് ഉദ്ദേശിച്ച് ഇപ്പോൾ 1,00,000 കോടിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഞങ്ങൾ പ്രൊജക്റ്റുകൾ വെച്ചു. കിഫ്ബി എടുക്കുന്ന ബോറോയിങ് സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിനകത്ത് വരില്ല എന്നുള്ളതാണ് നേരത്തെയുള്ള കാഴ്ചപ്പാട്. ഇപ്പോൾ അത് പൊതുകടത്തി കൊണ്ടുവന്നു. ഈ വർഷവും 4,700 ചില്ലാനം കോടി രൂപയാണ് കിഫ്ബി നേരത്തെ എടുത്തതിൻ്റെ വെട്ടിക്കുറച്ചിരിക്കുന്നത് സാർ. ഈ വർഷം കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് പാസ്സാക്കുന്ന സമയത്ത് നമ്മൾ അംഗീകരിച്ച കണക്കിൽ നിന്ന് വീണ്ടും കുറേ തുക കൂടി വെട്ടിക്കുറച്ചു. കിഫ്ബിയുടെ മാത്രമല്ല, 3,330 കോടി രൂപ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഫണ്ട് മാറ്റി വെക്കണമെന്ന് എല്ലാ സ്റ്റേറ്റുകളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് കുറയ്ക്കണമെന്ന്. റിസർവ് ബാങ്കിൻ്റെ ഒരു യോഗം ഉണ്ടായിരുന്നു അടുത്ത സമയത്ത്. അതിൻ്റെ പേര് 3,300 ചില്ലാനം കോടി കുറച്ചു. സുപ്രീം കോടതി വരെ പോയി നമ്മൾ കണക്ക് പറഞ്ഞ്
മേടിച്ച GSTP കടകളിൽ വ്യത്യാസം വന്നതിൻ്റെ പേരിലുള്ള 1822 കോടി രൂപ അനുവദിച്ചതാണ്. ആ തുകയും വെട്ടിക്കുറച്ചു. അങ്ങനെ 6000 കോടി രൂപ, അത് ഞാനീ പറഞ്ഞ 3300 കോടി രൂപ, അത് ഇത്രയും കുറഞ്ഞു.